ടീം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MS വേർഡിൻ്റെ പാർട്ട് 13 വീഡിയോ ആണിത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസേർട്ട് ടാബിലെ കമാൻഡ്സ് ആണ്. നമുക്ക് ആ ടാബ് ഓപ്പൺ ചെയ്യാം. ഇത്രയും കമാൻഡ്സ് ഈ ടാബിൽ അവൈലബിൾ ആണ്. ഹോം ടാബിൽ നമ്മൾ കണ്ടതുപോലെ ഇതേപോലെ ഓരോ ഗ്രൂപ്പിൻ്റെയും താഴെ ഡയലോഗ് ബോക്സ് ലോഞ്ച് ബട്ടൺ ഇല്ല. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ കമാൻഡ്സ് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇൻസേർട്ട് ടാബ് വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കമാൻഡ്സ് മാത്രമാണ് ഉള്ളത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിൽ പിക്ചേഴ്സ്, സിംബൽസ്, ഡേറ്റ് തുടങ്ങിയവയൊക്കെ ഇൻസേർട്ട് ചെയ്യാനാണ് ഈ ടാബിലെ കമാൻഡ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ കമാൻഡായിട്ട് പഠിക്കാം. ആദ്യം പേജസ് ഗ്രൂപ്പിലെ കമാൻഡ്സ് നോക്കാം. ഇവിടെ 3 കമാൻഡ്സ് കാണാം. കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. കവർ പേജ് എന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ തയ്യാറാക്കുന്ന ഡോക്യുമെൻറ്റിന് നല്ല ഭംഗിയുള്ള ഒരു കവർ കൊടുക്കാനാണ്. നമുക്കിതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ പ്രീ സെറ്റ് ആയിട്ടുള്ള ധാരാളം കവർ പേജസ് നമുക്ക് ലഭ്യമാണ്. ഈ ബാറ് താഴോട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടോ കൂടുതൽ കവർ പേജ് മോഡൽസ് നമുക്ക് താഴോട്ട് കാണാം. അതിനകത്ത് നിന്നും ഇഷ്ടമുള്ളൊരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ മാറ്ററിന് പകരം മറ്റൊരു മാറ്റർ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് സെലക്റ്റഡ് ആകുന്നതാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ടൈറ്റിൽ, ഡോക്യുമെൻറ്റ് സബ് ടൈറ്റിൽ, ഇവിടെ ഓതർ നെയിം ഇവയൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അടുത്ത പേജ് മുതൽ നമുക്ക് ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് നമ്മുടെ ഡോക്യുമെൻ്റ് തയ്യാറാക്കാം. ഈ കവർ പേജ് നമ്മളിങ്ങനെ ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് തയ്യാറാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്ത് തീർന്ന ശേഷം വേണമെങ്കിലും കവർ പേജ് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോഴും ഇതിങ്ങനെ ഫസ്റ്റ് പേജ് ആയിട്ട് തന്നെയായിരിക്കും വരുന്നത്. അതിനായി ഓൾറെഡി ടൈപ്പ് ചെയ്ത ഒരു മാറ്റർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇത് കവർ പേജ് ഒന്നും ഇല്ലാതെ നമ്മൾ മാറ്റർ ടൈപ്പ് ചെയ്ത് തുടങ്ങിയതാണ്. ഇതിപ്പോൾ 2 പേജുണ്ട്. ഇപ്പോൾ കഴ്സർ ഇവിടെ നിൽക്കുകയാണ്. കഴ്സർ ഇവിടെ നിൽക്കുമ്പോൾ തന്നെയും കവർ പേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഫസ്റ്റ് പേജ് ആയിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ താഴെ 2 പേജിലായിട്ട് വന്നിരിക്കുന്നത് കാണാം. ഇനി അടുത്ത കമാൻഡ് ബ്ലാങ്ക് പേജ്. നമുക്കറിയാം ടൈപ്പ് ചെയ്ത് താഴത്തെ മാർജിൻ എത്തുമ്പോൾ താനെ അടുത്ത പേജ് ഓപ്പൺ ആയി പിന്നീട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് പുതിയ പേജിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമ്മൾ ഒരു ബ്ലാങ്ക് പേജ് ഇൻസേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വന്നുകൊള്ളും. എന്നാൽ ഈ 2 പേജിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു പേജ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഈ മാറ്റർ എഴുതിയ ശേഷം ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനോ അല്ലെങ്കിൽ ഇതിന് സാമ്യമുള്ള മറ്റെന്തെങ്കിലും ഒരു മാറ്റർ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഇടയ്ക്ക് ഒരു ബ്ലാങ്ക് പേജ് ആവശ്യമുണ്ട്. അങ്ങനെ ഒരു ബ്ലാങ്ക് പേജ് കിട്ടാനായി ഈ കമാൻഡ് യൂസ് ചെയ്യാം. അതിനായി കഴ്സർ നമുക്ക് ബ്ലാങ്ക് പേജ് ആവശ്യമുള്ള 2 പേജുകളിൽ ഒന്നുകിൽ മുകളിലത്തെ പേജിൻ്റെ ലാസ്റ്റിൽ കൊണ്ടുവന്ന് നിർത്തുക, അല്ലെങ്കിൽ അടുത്ത പേജിൻ്റെ ആദ്യം കൊണ്ടുവന്ന് നിർത്തുക. ഇപ്പോൾ ഇവിടെ ഈ ടീയുടെ ലെഫ്റ്റ് സൈഡ് കൊണ്ടുവന്ന് നിർത്തുക. അതിനുശേഷം ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുക. ഒരു ബ്ലാങ്ക് പേജ് വന്നു. ഇനി ഇത് അൺഡു ചെയ്തിട്ട് കഴ്സർ ഞാനിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അതിനുശേഷം ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്യുകയാണ്. അപ്പോഴും അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്കൊരു ബ്ലാങ്ക് പേജ് ലഭിച്ചു. അടുത്തതായി പേജ് ബ്രേക്ക്. ഈ ഫസ്റ്റ് പേജ് ഫുള്ള് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് തീർന്ന ശേഷം മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് നമുക്ക് ഒരു പേജ് ബ്രേക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പേജ് ബ്രേക്ക് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കങ്ങനെ കൊടുക്കാവുന്നതാണ്. ഇതിനും ബ്ലാങ്ക് പേജിൽ നമ്മൾ ചെയ്തതുപോലെ നമുക്കിപ്പോൾ ഇവിടെയാണ് പേജ് ബ്രേക്ക് ആവശ്യം. അതുകൊണ്ട് ഒന്നുകിൽ കഴ്സർ ഇവിടെ നിർത്തുക, അല്ലെങ്കിൽ ഇവിടെ നിർത്തുക. അതിനുശേഷം പേജ് ബ്രേക്ക് എന്നുള്ള കമാൻഡ് കൊടുക്കുക. ഇപ്പോൾ കഴ്സർ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അതിനുശേഷം പേജ് ബ്രേക്ക് എന്നുള്ള കമാൻഡ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെച്ച് പേജ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം അടുത്ത പേജിലേക്ക് ബാക്കിയുള്ള പോർഷൻ പോയിരിക്കുന്നത് കാണാം. എന്നാൽ ഇവിടെ ഇടയ്ക്കൊരു ബ്ലാങ്ക് പേജ് വന്നിട്ടില്ല. അടുത്ത പേജിലേക്കാണ്
നെക്സ്റ്റ് പോർഷൻ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേജിലെ കണ്ടന്റ് അടുത്ത പേജിലേക്ക് ഒരു ന്യൂ പേജ് ഫോം ചെയ്ത് അതിലേക്ക് പോയിരിക്കുന്നത് കാണാം. ഇവിടെ കഴ്സർ നിർത്തി ഈ കമാൻഡ് കൊടുക്കുകയാണെങ്കിലും സെയിം കാര്യം തന്നെയായിരിക്കും സംഭവിക്കുന്നത്. ഇനി അടുത്തത് ടേബിൾസ്. അതൊന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ ഡോക്യുമെന്റിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യാനാണ് ഈ കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതിനായി ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ടേബിൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, വരയ്ക്കാം, അതുപോലെ എക്സലിൻ്റെ സ്പ്രെഡ്ഷീറ്റ് എടുക്കാം. ക്വിക്ക് ടേബിൾസിനകത്ത് വേറെയും കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പ്രീസെറ്റ് ആയിട്ടുള്ള ഫോമാറ്റ്സ് ആണ്. ഇത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ബ്ലാങ്ക് പേജ് എടുക്കാം. ഇവിടെ റൈറ്റിലോട്ട് കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് കോളംസ് സെലക്ട് ചെയ്യാം. അതുപോലെ താഴേക്ക് കൗണ്ട് ചെയ്തുകൊണ്ട് റോസും സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യാനായി ആദ്യം മൗസ് പോയിന്റർ ഇവിടെ മുകളിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം മൗസ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും കോളവും റോയും സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 4 കോളംസും 5 റോസുമുള്ള ഒരു ടേബിൾ ഡ്രോ ചെയ്യാനായി പോവുകയാണ്. അതിനായിട്ട് മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവന്നു. പിന്നീട് മൗസ് ഡ്രാഗ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് ഒരു 4 കോളംസ് സെലക്ട് ചെയ്തു. പിന്നീട് താഴേക്ക് 5 റോസും സെലക്ട് ചെയ്യുകയാണ്. പിന്നീട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ റിലീസ് ചെയ്ത് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ടേബിൾ ഇവിടെ വന്നപ്പോൾ മുകളിൽ നമുക്ക് പുതിയൊരു റിബൺ കാണാം. അതിൻ്റെ ടോപ്പിൽ ടേബിൾ ടൂൾസ് എന്ന് കാണാം. അതായത് ഈ ടേബിൾ ഫോമാറ്റ് ചെയ്യുവാനുള്ള കമാൻഡ്സ് അടങ്ങിയ ഒരു പുതിയ റിബണാണിത്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ടേബിൾ ഫോമാറ്റ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഡിഫോൾട്ടായി ആദ്യത്തേതാണ് സെലക്റ്റഡ് ആയി കിടക്കുന്നത്. ഇപ്പോൾ രണ്ടാമത്തേത് വേണമെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുക, ഏതാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ആരോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ വേറെയും കൂടുതൽ ഫോംസ് ഇവിടെ അവൈലബിൾ ആകും. അതും നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇൻസേർട്ട് എന്ന ടാബിനകത്ത് ടേബിൾ എന്ന ഒറ്റ ഒരു ഗ്രൂപ്പിൽ ഒരു കമാൻഡ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. പക്ഷേ അത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ടേബിൾ ഇവിടെ ഡ്രോ ചെയ്ത് കഴിയുമ്പോൾ ആ ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ടേബിൾ ടൂൾസ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ഇവിടെ ലഭ്യമാകും. ഇവിടെ ഡിസൈനും ഉണ്ട്, ലേ ഔട്ടും ഉണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ടേബിൾ കമാൻഡ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നമുക്കതിനകത്ത് പഠിക്കാനുള്ളതാണ്. ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ഈ ടേബിൾ ടൂൾസിനകത്ത് തന്നെ ഒരു സബ് ടാബ് ഉണ്ട്. അതുപോലെ തന്നെ ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടും ഒരു സബ് ടാബ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ടേബിൾ വരച്ചെടുക്കാവുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനിയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.